സർ, എന്താണ് ഈ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ? മീനാക്ഷി എവിടുന്നാ കേട്ടത് ഈ ഫെർട്ടിലിറ്റി പ്രിസർവേഷനെ പറ്റി? ഈയിടെയായിട്ട് പത്രങ്ങളിലെല്ലാം ധാരാളമായിട്ട് കാണും. വളരെ സന്തോഷമുണ്ട്. ഇത് സൊസൈറ്റി അറിയേണ്ട ഒരു കാര്യമാണ്. ഇത് മീഡിയ ഈയിടെയായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ റിസോഴ്സിന്റെ സയൻസ് പേജിൽ വളരെ നല്ല കവറേജ് ഉണ്ടായിരുന്നു. മീനാക്ഷി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയാ? ഭാവി ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി വേണ്ടി. പോട്ടെ. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഭാവിയിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അതിനെ നേരിടാൻ വേണ്ടി. അതുപോലെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യലിൽ എന്തെങ്കിലും തകരാറ് വന്നാൽ അതിനെ തടയാൻ വേണ്ടി ചെയ്യുന്ന മാർഗം, ഒരു പ്രോ ആക്റ്റീവ് ട്രീറ്റ്മെന്റ് ആണ് ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ. വലിയ വാക്കുകളായി പോയി, ഞാൻ ചുരുക്കി പറയാം. എഗോ, സ്പേമോ, എംബ്രിയോയോ നമ്മൾ എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കുന്നു, ഭാവിയിലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി, വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി. ഇതാണ് ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ. ഇത് ആരൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? 5 തരം ആൾക്കാർക്ക് ഇത് പ്രയോജനം ചെയ്തേക്കാം. ഒന്നാമത് ഓങ്കോ ഫെർട്ടിലിറ്റി. മീനാക്ഷി കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ചുറ്റും ഇപ്പോൾ ക്യാൻസർ എന്ന് കേൾക്കാത്ത ദിവസങ്ങളില്ല. പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിൽ 30-year-old 40-year-old ഫാമിലി കംപ്ലീറ്റ് ചെയ്യാത്ത പലരിലും കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളിൽ. അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബ്രസ്റ്റ് ക്യാൻസർ ആണ്. പക്ഷെ അല്ലാത്ത ക്യാൻസേഴ്സ് ഉണ്ട്, ലുക്കീമിയ, ലിംഫോമയൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട് ക്യാൻസർ, പഴയ പോലല്ല. ബ്രസ്റ്റ് സ്പാരിങ് സർജറി, അതായത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യാതുള്ള സർജറി, കീമോതെറാപ്പി, പഴയ പോലല്ല, വളരെ പേഷ്യന്റ് ഫ്രണ്ട്ലി ആയ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി. ഇതിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് വളരെ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ആയിട്ട് പിന്നെ ജീവിക്കും. പക്ഷേ ദേ ആർ ഗോയിങ് ടു പേ എ പ്രൈസ്. എന്താണ്? അവരുടെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ ക്യാൻ ബി കോംപ്രമൈസ്ഡ്. ഈ ഒരു സാഹചര്യത്തിൽ അസുഖം ഡയഗ്നോസ് ചെയ്യുമ്പോഴേ എഗോ, എംബ്രിയോയോ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ ചികിത്സ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു 32-year-old ലേഡി ഡയഗ്നോസ് വിത്ത് ബ്രസ്റ്റ് ക്യാൻസർ. ഷോക്കായിരിക്കും അവർക്ക്. അപ്പം 2 ആഴ്ചയ്ക്കുള്ളിൽ മിക്കവാറും ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ടി വരും. ഈ 2 ആഴ്ച സമയം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. ഇത് ഈ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ, ഇത് നമുക്ക് എഗോ, എംബ്രിയോ ആയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ തെറാപ്പി കഴിഞ്ഞ് ഭാവിയിൽ ഉപയോഗിക്കാം. ഇതാണ് ഓങ്കോ ഫെർട്ടിലിറ്റിയുടെ ബേസിസ്. ക്യാൻസർ പേഷ്യൻസിന് മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ? തീർച്ചയായിട്ടും അല്ല. ക്യാൻസർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻ. ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്നുള്ള ഇൻഡിക്കേഷൻ. അല്ലാത്തവർക്ക് ബിനൈൻ കണ്ടീഷൻ, നോൺ ക്യാൻസറസ് കണ്ടീഷനിൽ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് SLE, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. നമ്മുടെ ചുറ്റും ഉള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഇനി ചില ബ്ലഡ് ഡിസ്ക്രേസിയസ്, തലസീമിയ, ഇവർക്കൊക്കെ ഹൈ ഡോസ് കീമോതെറാപ്പി വേണ്ടി വരും, ഈ ഇമ്മ്യൂണിറ്റി കാത്തു വെക്കാൻ വേണ്ടി. അപ്പം ഇവർക്ക് ഈ സൈക്ലോഫോസ്മൈഡ് പോലുള്ള സൈറ്റോടോക്സിക് ഏജൻസ് ഉപയോഗിക്കുമ്പം അതിന്റെ ഡോസിനനുസരിച്ചിട്ട് അവരുടെ എഗ്ഗിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ബാധിക്കാം. ഇവർക്കും ഇതേപോലെ തന്നെ എഗോ, എംബ്രിയോയോ പ്രിസർവ് ചെയ്യാം. പക്ഷെ ഒരു വലിയ ഗുണം, ഇവർക്ക് കുറച്ചുകൂടെ സമയം കിട്ടും. ഈ ഓങ്കോ ഫെർട്ടിലിറ്റി പേഷ്യൻസിനേക്കാളും സമയം കിട്ടും. സർ, എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഒരു ഡിബേറ്റബിൾ ടോപ്പിക് ആണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ അടുത്ത് എൻഡോമെട്രിയോസ് ആയിട്ട് വരുന്നവർ മിക്കവരും ഒരു സർജറി കഴിഞ്ഞിട്ട് വരുന്നവരായിരിക്കും. ഓരോ സർജറിയും എൻഡോമെട്രിയോസിൽ ചെയ്യുമ്പം നല്ല ഓവേറിയൻ ടിഷ്യൂവും കൂടെ നഷ്ടപ്പെടുത്തും, അതായത് എഗ്ഗിൻ്റെ എണ്ണം കുറയ്ക്കും. അപ്പം കഴിവതും ഒരു രണ്ടാമതൊരു സർജറി ചെയ്യാതിരിക്കുന്നതാണ് ഫെർട്ടിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ പേഷ്യന്റിന് ഏറ്റവും നല്ലത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ സർജറി ചെയ്യാൻ ബാധ്യസ്ഥരാകും. ഉദാഹരണത്തിന്, ഒരു പേഷ്യന്റ് ഒരു സർജറി കഴിഞ്ഞു, വീണ്ടും റെക്കറന്റ് എൻഡോമെട്രിയോസ് ആയിട്ട് വരുവാണ്, സിവിയർ പെയിൻ ആണ്, അവർക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യ, അവർക്ക് സർജറി ചെയ്തേ പറ്റൂ. അപ്പൊ ഈ പേഷ്യന്റിന് 2 ഓവറിലും സിസ്റ്റും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് എഗോ അല്ലെങ്കിൽ എംബ്രിയോ ആയിട്ടോ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന സർജറിക്ക് അത്രയും ദോഷം ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമുക്ക് ഓൾറെഡി നമ്മുടെ ബാങ്കിലുണ്ട്. ഇതാണ് എൻഡോമെട്രിയോസിസ് പേഷ്യൻസിന് ഈയിടെ കിട്ടിയ ഏറ്റവും നല്ല പ്രയോജനപ്രദമായ ട്രീറ്റ്മെന്റ്. സോഷ്യൽ എഗ് ഫ്രീസിങ് എന്താണ് സർ? ഈ സെലിബ്രിറ്റീസിന് മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ? കൊള്ളാം. ഒരു ഉദാഹരണം പറഞ്ഞാലേ അത് ഫലപ്രദമാകും.
32 വയസ്സുള്ള ഒരു കോർപ്പറേറ്റ് മാനേജർ, അവർക്ക് സമയമില്ല, യാത്രയോട് യാത്ര, ഭാരിച്ച റെസ്പോൺസിബിലിറ്റി, അടുത്ത് തന്നെ പ്രമോഷൻ, ഹയർ അപ്പ് ദ ലാഡർ. ഇവർക്ക് അടുത്ത 3 വർഷത്തേക്ക് പ്രഗ്നൻസി എന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഭർത്താവിനും തിരക്കോടെ തിരക്കാം. ഈ ആൾക്ക് എന്തായിരിക്കും നല്ല ഓപ്ഷൻ? അതായത് ജോലി കളയാൻ പറ്റത്തില്ല. അപ്പം ചെയ്യാവുന്നത് എഗ്ഗോ അല്ലെങ്കിൽ എംബ്രിയോട്ടോ ഫ്രീസ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിനെയും മീനാക്ഷി ഒരു സെലിബ്രിറ്റി ഗ്രൂപ്പിൽ പെടുത്തിയാൽ അതല്ലാത്ത ധാരാളം പേർ നമ്മുടെ ചുറ്റുമുണ്ട്. എനിക്കറിയാവുന്ന എത്ര പെൺകുട്ടികൾ ഒ പിയിൽ വന്ന് പറയുന്നറിയോ, PhD കഴിയാതെ എനിക്കൊരു കുട്ടി വേണ്ട, PSC ജോബ് ഇല്ലാതെ ഞാനൊരു കുഞ്ഞിനെ എടുക്കത്തില്ല. എത്രയോ പേരെ ഞാൻ കാണുന്നുണ്ട്. ഇവരൊന്നും സെലിബ്രിറ്റീസ് അല്ല. ഇവർക്കെല്ലാം ഈ പറഞ്ഞ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ, അതായത് എഗ്ഗോ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെച്ചുകൊണ്ട് നേട്ടം ഉണ്ടാകും. ഇനി വേറൊരു കൂട്ടം ആൾക്കാർ നമ്മുടെ ചുറ്റുമുള്ളതാ, 28, 29, 30 വയസ്സായ പെൺകുട്ടികൾ. അവർക്കൊരു റൈറ്റ് പാർട്ണറെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും, പല കാര്യങ്ങൾ കൊണ്ടും. ഇവർക്ക് എഗ്ഗോ എംബ്രിയോ ഫ്രീസ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ജീവിച്ചൂടെ? ഇതുവരെ നമ്മളൊരു ഫീമെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഫെർട്ടിലിറ്റി പ്രിസർവേഷനെ കുറിച്ച് സംസാരിച്ചത്. മെയിൽ പാർട്ട്ണർക്ക് ഇതും കൊണ്ട് എന്താണ് പ്രയോജനം? തീർച്ചയായിട്ടും. കാരണം മാസത്തിൽ ഒരാളെങ്കിലും ഞങ്ങൾക്ക് വരാറുണ്ട് മെയിൽ ഓങ്കോ ഫെർട്ടിലിറ്റി പ്രിസർവേഷന്. അതായത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് യങ് ടെസ്റ്റിക്കുലാർ ക്യാൻസർ, പ്രശ്നത്തിൽ ക്യാൻസർ വരിക. ഇവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് സീമൻ പ്രിസർവ് ചെയ്യുക വളരെ എളുപ്പമാണ്. അങ്ങനെ വളരെ അധികം പേഷ്യൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. കൂടാതെ വേറൊരു സെക്ട് ഓഫ് പീപ്പിൾ ഉണ്ട്. ഉദാഹരണത്തിന് ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന, സ്ഥിരമായിട്ട് ഹൈ ടെമ്പറേച്ചർ, അതായത് വെൽഡേഴ്സ്, അല്ലെങ്കിൽ റേഡിയേഷൻ സ്ഥിരമായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്ന, സ്കാനേഴ്സിൽ കൂടെ പോകേണ്ടി വരുന്ന വർക്കേഴ്സ്, ഇവർക്കൊക്കെ പ്രോബബ്ലി ഈ പറഞ്ഞ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ, അതായത് സീമൻ ഫ്രീസിങ് കൊണ്ട് പ്രയോജനം ഉണ്ടായേക്കാം. അത് മാത്രമല്ല വളരെ എളുപ്പമാണ് സീമൻ ഫ്രീസ് ചെയ്യാൻ, ഭാവിയിൽ ഉപയോഗിക്കാം.